ഹായ് ഗൈസ്, RMSV യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കാദ്യം ഇഞ്ചി എണ്ണയിൽ വറുത്ത് അത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇതിനാവശ്യമായ സാധനങ്ങളാണ്. പിന്നെ ചെറിയ ഉള്ളി ഒരു 4 എണ്ണം, പിന്നെ വറ്റൽമുളക്, ഇച്ചിരി ഉലുവ, പിന്നെ പിഴിഞ്ഞ് വെച്ച പുളി, ഇത്രയുമാണ് വേണ്ടത്. എണ്ണ ഒഴിച്ചു. അതിലിച്ചിരി കടുകിട്ടു. സിമ്മിൽ വെക്കാവൂ കേട്ടോ. പിന്നെ ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഉലുവയും അതിൽ ചേർത്തു. നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് എരിവുള്ള ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, എന്നിട്ട് രണ്ടും വീണ്ടും ഇളക്കുക. ഇത് വഴറ്റിയതിന് ശേഷം നമുക്ക് പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം അതിലേക്ക് ഒഴിക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചാൽ അത് നന്നായി തിളച്ച് വരുമ്പോൾ ഇച്ചിരി സ്പീഡാക്കുക. എന്നിട്ടിത് നന്നായി തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ ഇതിൽ ഞാൻ ഈ ചോപ്പ് ചെയ്യുന്നതിൽ തന്നെ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് വേറെ ഉപ്പിടേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലൊരു ഓപ്ഷനിലാണ് ശർക്കര, കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാം. അത് ഓപ്ഷനിലാണ്, ഞാൻ ചേർത്തില്ല. പിന്നെ മറ്റേ കായം വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം. അതും ചേർത്തില്ല ഞാൻ. ഇവിടെ നമ്മൾക്കത് ആവശ്യമില്ല, കാരണം ആവശ്യമുള്ളവർ മാത്രം. എന്നുവെച്ചാൽ അത് ഇഷ്ടപ്പെടാത്തവരാണ് അധികവും, അതുകൊണ്ട് ഞാനത് ചേർത്തില്ല. ഇത് തിളച്ചുകൊണ്ട് വരുമ്പോഴേ നമ്മൾ ആ ചോപ്പ് ചെയ്ത് വെച്ച ഈ ഇഞ്ചി ഇതിലേക്കിടുക. ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി ഉണ്ടല്ലോ, ഇതിലേക്ക് ഇടുക. ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി ഇട്ടു. അത് മുഴുവനായിട്ട് നന്നായി വഴറ്റുക. വഴറ്റിയതിന് ശേഷം നമുക്ക് ഇച്ചിരി വെള്ളം, ഇതിനകത്ത് ഇങ്ങനെ ഇഞ്ചിയിൽ ബാക്കിയുണ്ടായ വെള്ളമാണ്, വെള്ളം ഒഴിക്കുക. ഇതിലൊഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ നോക്കുക, അല്ലെങ്കിൽ അത് മോശമായി പോകും. ഇച്ചിരി കൂടെ ചൂടുവെള്ളം എടുക്കുവാണ്. ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി തിളക്കാൻ അനുവദിക്കുക.
ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് തീ അണക്കാവുന്നതാണ്. ഓക്കെ, ഇഞ്ചിക്കറി റെഡി ആയിരിക്കുന്നു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അറിയാവുന്നവരായിരിക്കാം, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി കണ്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഓക്കെ, ബൈ.